അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയം വീണ്ടും ഒരു ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം തലപൊക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഒരു ഗവൺമെന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ നിയമ നടപടികൾ കൊണ്ടോ മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തുക കൂടി ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ ശക്തികൾക്ക് വിളനിലമാകാൻ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു ഡോക്ടർമാരെ പോലെയുള്ള ആളുകളെ വരെ ചാവേറാക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒമർ ഖാലിദിനെ പോലെയുള്ള ആളുകളെ, സിദ്ദിഖ് ഖാപ്പനെ പോലെയുള്ള ആളുകളെയൊക്കെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിയമസഹായം ഒരുക്കുന്ന, ജാമ്യമാണ് നിയമം, തടവ് എക്സെപ്ഷൻ ആണ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം, അതിന്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് കിട്ടുന്നതിന് പകരം തീവ്രവാദിയെ അനുകൂലമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ്, പ്രചരണങ്ങളാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ഡോക്ടർ ജയപ്രസാദ് പറയുന്നത് ജനങ്ങൾ ജാഗരൂകരായാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു തീവ്രവാദ പ്രവർത്തനത്തെ, കാരണം സർക്കാരിനോട് മാത്രം കഴിയില്ല, ജനങ്ങൾ ജാഗരൂകരായാൽ മാത്രമേ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഡോക്ടർ ജയപ്രസാദ് പറയുന്നത്.